اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبه نستعين. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ആരിഫ് എന്ന് പറഞ്ഞാൽ ആരാണ്? യഥാർത്ഥ ആരിഫ് അദ്ദേഹത്തിന്റെ വസ്ഫുകൾ എന്താണ്? അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി 78ാമത്തെ ഹിക്മത്താണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയാണ്, അർ-റജാഉ മാ ഖാറനഹു അമലുൻ വ ഇല്ലാ ഫഹുവ ഉംനിയത്തുൻ. വളരെ പ്രധാനപ്പെട്ട ഒരു ഹിക്മത്താണ് പറയുന്നത്. ഇവിടെ മൂപ്പര് പ്രത്യേകം നമ്മോട് ഉണർത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മള് അമലുകളൊന്നും ചെയ്യൂല. അമലുകളൊന്നും ചെയ്യാതെ നമുക്ക് പ്രതീക്ഷ വളരെ കൂടുതലേക്കാരം. പാപങ്ങളിൽ നിന്ന് പിന്നെയും പാപങ്ങളിലേക്കേക്കാരം ഒരു വ്യക്തി പോണത്. പക്ഷെ എന്നാലും മൂപ്പർക്ക് എന്തേക്കാരം? വലിയ പ്രതീക്ഷയ്ക്കാരം. അങ്ങനെ പ്രതീക്ഷ ഉണ്ടായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് എന്താണ്? അത് വെറുതെ ഒരു വ്യാമോഹം മാത്രമാണ്. അതൊരു യഥാർത്ഥ പ്രതീക്ഷ എന്ന് അതിനെക്കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റൂല, പറയാൻ പറ്റൂല. അതിലേക്കാണ് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ വിരൽ ചൂണ്ടുന്നത്. അർ-റജാഉ, യഥാർത്ഥ പ്രതീക്ഷ, മാ ഖാറനഹു അമലുൻ, അതിനോട് അമൽ ചേർന്നിരിക്കുന്നു. അങ്ങനത്തെ ഒന്നാണ് എന്ത്? യഥാർത്ഥ പ്രതീക്ഷ. അപ്പോ ഒരാള് പ്രതീക്ഷ അങ്ങനെ വെക്കുന്നുണ്ട്, ഒരു അമലും ആ വ്യക്തി എന്ത് ചെയ്യണില്ല, ചെയ്യണില്ല. ആ പ്രതീക്ഷക്ക് എന്താ പറയാ? അർ-റജാഉൽ കാദിബ്. അതൊരു കള്ള പ്രതീക്ഷയാണ്. അതൊരു കള്ള പ്രതീക്ഷയാണ്. ഒരാൾ ഒന്നും ചെയ്യാതെ അള്ളാഹിനോട് മൂപ്പര് ചോദിക്കുന്നത് മുഴുവൻ ജന്നാത്തുൽ ഫിർദൗസും വലിയ ഉന്നതരായ ആളുകളുടെ മക്കാമുമാണ്. എന്നാലോ എന്തെങ്കിലും അമല് മൂപ്പര് ചെയ്യോ? അതായിട്ട് ചെയ്യൂല. അപ്പൊ അർ-റജാഉ, യഥാർത്ഥ പ്രതീക്ഷ, മാ ഖാറനഹു അമലുൻ, അതിനോട് അമല് ചേർന്ന് വന്ന ഒന്നാണ് ശരിക്കും യഥാർത്ഥ പ്രതീക്ഷ. വ ഇല്ല, ഇനി ഇങ്ങനെ അല്ലെങ്കിൽ എന്താ? അമലുകളൊന്നും ചെയ്യാതെ വെറും പ്രതീക്ഷ മാത്രമാണെങ്കിൽ ഫഹുവ ഉംനിയത്തുൻ, അത് വെറും വ്യാമോഹം മാത്രമാണ്. റജാഉൽ കാദിബ് എന്നാണ് പറയാ. റജാഉൽ കാദിബ് എന്നാ പറയാ. നമ്മള് മുമ്പൊരിക്കൽ ഒരു ഹിക്മത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു യഥാർത്ഥ മുരീദിന് എന്ത് വേണം? അള്ളാഹുവിനെ കുറിച്ച് പ്രതീക്ഷ വേണം. അമലുകൾ കുറെ ചെയ്തു, അമലുകൾ കുറെ ചെയ്തു, ദിക്റുകൾ കുറെ ചെല്ലുന്നുണ്ട്, അല്ലേ? ഒരുപാട് അമലുകളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും മോനിക്ക് എന്ത് വേണം? അള്ളാഹുവിൽ പ്രതീക്ഷ വേണം. എന്റെ അമലുകൾക്കൊക്കെ ഇഖ്ലാസ് കുറവാണെങ്കിലും, ഞാൻ ചെയ്യുന്നതിലൊക്കെ ഒരുപാട് പോരായ്മകൾ ഉണ്ടെങ്കിലും എന്റെ റബ്ബിനെ സംരക്ഷിക്കുമെന്നുള്ള പ്രതീക്ഷ വേണം. അതിൽ യാതൊരു സംശയമല്ല, ആ പ്രതീക്ഷ വേണം. അതാണ് അർ-റജാഉൽ ഹഖീഖിയ്യു എന്ന് പറയാം, യഥാർത്ഥ പ്രതീക്ഷ. അമല് ചെയ്തിട്ടുള്ള പ്രതീക്ഷ വേണം. ഇത് ഒരു അമലുകളും ചെയ്യാതെ, ഒരു അമലുകളും എന്ത് ചെയ്യണില്ല. അപ്പൊ ഇതിലൊരു ബൈത്ത് പറയുന്നുണ്ട്, യാ മൻ യുരീദു മനാസിലൽ അബ്ദാലി മിൻ ഗൈരി ഖസ്ദിൻ മിൻഹു ലിൽ അഅമാലി. ഒരാള് ഉദ്ദേശിക്കുന്നത് മക്കാമാണ്? അബ്ദാലുകളുടെ മക്കാമാണ് മൂപ്പർ ഉദ്ദേശിക്കുന്നത്. അബ്ദാലുകൾ എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ ആരിഫീങ്ങളിൽ ഉന്നതരായ ആളുകളുടെ ഒരു മക്കാമാണ് ശരിക്കേത്? അബ്ദാലുകൾ എന്ന് പറയുന്ന മക്കാം. ആ മക്കാമാണ് മൂപ്പർ എന്ത് ചെയ്യണത്? ഉദ്ദേശിക്കണത്. ചില ആളുകളുണ്ട്, ഈ മുറബ്ബിയായ ഷെയ്ഖ് വേണമെന്നൊക്കെ പറഞ്ഞ് എവിടെങ്കിലും മുറബ്ബിയായ ഷെയ്ഖിനെ തേടി പിടിച്ച് കണ്ടെത്തി അവിടുന്ന് അമലുകളൊക്കെ വാങ്ങി
പിന്നെ മൂപ്പര് എന്ത് ചെയ്യും, ഒരു മാലയും അതുപോലെ തന്നെ ഒരു കറുത്ത തൊപ്പിയോ അല്ലെങ്കിൽ പച്ച തൊപ്പിയോ അല്ലെങ്കിൽ കറുത്ത കുപ്പായോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കുപ്പായിട്ട് ഈ മാലയും പിടിച്ച് നടന്നാൽ മൂപ്പര് വിചാരം എന്താണ്, ഞാൻ ഇപ്പൊ യഥാർത്ഥ വഴിയിലെത്തിയെന്നാണ്. അതുകൊണ്ടൊന്നും ഒരു കാര്യമല്ല. അതുകൊണ്ട് ഒരു കാര്യമല്ല. മനസ്സിലാവുണ്ടോ? അതോടുകൂടെ തന്നെ ഞാനൊരു വലിയ മക്കാമിലാണെന്നുള്ള ചിന്തയാണ് മൂപ്പരിൽ വരിക. അതല്ല വേണ്ടത്. നമുക്ക് എത്രമാത്രം നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നു അത്രമാത്രം നമ്മൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ബാക്കിലോട്ട് പോവുക നമ്മൾ ചെയ്യുക. മനസ്സ് പിന്നെയും എന്ത് ചെയ്യുക, ബാക്കിൽ ഞാൻ എവിടേക്കും എത്തിയിട്ടില്ല, ഞാൻ എനിക്കൊന്നും ആയിട്ടില്ല എന്നുള്ള ചിന്തയാണ് അവനക്ക് വേണ്ടത്. ഇതൊരാള് യാമയ്യുരീദു മനാസിലൽ അബ്ദാലി, മൂപ്പര് ഉദ്ദേശിക്കുന്നത് എന്താണ്, അബ്ദാലികളെ മഖാമ് കിട്ടണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാലോ മിൻ ഗൈരി ഖസ്ദിൻ മിൻഹു ലിൽ അഅമാലി, അമലുകൾ എന്തെങ്കിലും മൂപ്പര് ചെയ്യോ? അമലുകളൊന്നും ചെയ്യൂല. അമലുകളൊന്നും ചെയ്യാതെ അബ്ദാലുകളുടെ മഖാമ് കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കുവോ? ഇല്ല, അത് നടക്കൂല. അത് വെറും വ്യാമോഹം മാത്രമാണ് എന്നാണ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യണത്, പറയണത്. ഒരു പ്രസിദ്ധമായ ഒരു ഹദീസ്, നമ്മളൊക്കെ ചെറിയ പ്രായം മുതൽ തന്നെ കേട്ടൊരു ഹദീസ് ഉണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ കയ്യീസു, യഥാർത്ഥ ബുദ്ധിമാൻ. അള്ളാന്റെ റസൂൽ പറയാണ്, അൽ കയ്യീസു, ഒരു യഥാർത്ഥ ബുദ്ധിമാൻ, മൻ ദാന നഫ്സഹു, സ്വന്തം നഫ്സിനെ അള്ളാഹു താലാക്ക് കീഴ്പ്പെടുത്തി കൊടുത്ത ആളാണ് ആര്? യഥാർത്ഥ ബുദ്ധിമാൻ. സ്വന്തം നഫ്സിനെ പൂർണ്ണമായും അള്ളാഹു സുബ്ഹാനഹു വ തആലാക്ക് കീഴ്പ്പെടുത്തി കൊടുത്ത ആൾക്കാണ് ശരിക്കും എന്താ പറയാ, ഒരു യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് പറയാം. അതുപോലെ തന്നെ സ്വന്തം നഫ്സിനോട് വിചാരണ ചെയ്യുന്ന ആള്, സ്വന്തം നഫ്സിനോട് വിചാരണ ചെയ്യുന്ന ആള്. ഇന്നലെ ഞാൻ എന്താ ചെയ്തത്, ഇന്നലത്തേക്കാൾ എന്തെങ്കിലും ഒരു അമല് ഇന്ന് എനിക്ക് കൂടുതൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇന്ന് കുറവാണെങ്കിൽ നാളെ ഇത് രണ്ടും പാടെ കവർ ചെയ്യുന്ന ഒരു പോലെ എന്ത് ചെയ്യണം, കൂടുതൽ എനിക്ക് നാളെ ചെയ്യാൻ പറ്റുമോ? എനിക്ക് നാളെ എന്തൊക്കെ തിരക്കുണ്ട്. നമ്മളിങ്ങനെ മഹാന്മാരങ്ങനെയാണ്, നാളെ എനിക്ക് എന്തൊക്കെ വരാൻ പോകും, നാളെ എന്തൊക്കെ തിരക്കുണ്ട്, ആ തിരക്കിനനുസരിച്ച് അതിനേക്കാൾ കൂടുതൽ അമല് ചെയ്യാൻ പറ്റുമോ എന്നവർ നോക്കും. ബഹുമാനപ്പെട്ട ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു, അദ്ദേഹം നടന്നു പോകുന്ന സമയത്ത് ഒരു മരം ഒരാൾ ഇങ്ങനെ മുറിക്കുന്നുണ്ട്, ഒരു മരം ഒരാൾ മുറിക്കുന്നുണ്ട്. അപ്പൊ ആ വ്യക്തിനോട് ഇമാം ഷഹറാനി തങ്ങൾ വിളിച്ചു പറഞ്ഞു, സഹോദര, ഇത് അള്ളാഹു താലാക്ക് ദിക്റ് ചെല്ലുന്ന ഒരു മരമായിരുന്നു. അതുകൊണ്ട് ആ മരത്തിന്റെ ദിക്റും കൂടി നീ എന്ത് ചെയ്യണം, കാരണം നിനക്ക് ഉപകാരത്തിന് വേണ്ടിയിട്ടാണല്ലോ നീ ആ മരം മുറിക്കണത്. നിനക്ക് ഉപകാരത്തിന് വേണ്ടിയിട്ടാണ് നീ ആ മരം മുറിക്കണത്. അതുകൊണ്ട് അതിന്റെ ദിക്റും കൂടി നീ എന്ത് ചെയ്യണം. നിനക്ക് അല്ലാഹു തആല മരം ഒരു നിഅമത്തായി തന്നു, അതിന് നീ കൂടുതൽ ശുക്ർ ചെയ്യണമെന്ന് ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു മരം മുറിച്ചൊരു വ്യക്തിയോട് പറഞ്ഞു. അവരാണ് യഥാർത്ഥ ബുദ്ധിമാന്മാർ. അവര് സ്വന്തം നഫ്സിനെ അല്ലാഹു തആലാക്ക് കീഴ്പ്പെടുത്തി കൊടുത്ത ആളാണ്. ഇത് അള്ളാന്റെ റസൂൽ പറഞ്ഞ ഹദീസാട്ടോ. അൽ കയ്യീസു, യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് പറയുന്നത് മൻ, ഒരാളാണ്, ദാന നഫ്സഹു, സ്വന്തം നഫ്സിനെ അല്ലാഹു തആലാക്ക് കീഴ്പ്പെടുത്തി കൊടുത്ത ആള്. കഴിഞ്ഞില്ല, വ അമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ളതായ ഒരു ജീവിതത്തിലേക്ക് അമൽ ചെയ്ത് കൂട്ടിവെക്കുന്ന ആള്. വ അമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിലേക്ക് അമല് കൂട്ടിവെക്കുന്ന ഒരാള്, അവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാതെ ഇഷ്ടംപോലെ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിട്ട് ഒന്നും ചെയ്യാതെ കുറേയാണ് കഴിഞ്ഞ് വല്ല അസുഖമൊക്കെ വരുമ്പോ, റബ്ബേ എന്റെ ഒരുപാട് സമയങ്ങൾ പോയല്ലോ, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, കരഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ മുമ്പ് കിട്ടിയ അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. വ അമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി അമല് ചെയ്ത ഒരു വ്യക്തി, അവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. കഴിഞ്ഞില്ല, അള്ളാന്റെ റസൂല് പറയാണ്, വൽ ആജിസു, ഒരു വിഡ്ഢി അല്ലെങ്കിൽ ദുർബലൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മൻ അത്ബഅ നഫ്സഹു ഹവാഹാ, തടീച്ചയോട് അവന്റെ നഫ്സിനെ പിന്തുടർത്തിയ ആള്. എന്താണോ ഓന്റെ നഫ്സ് ഇച്ഛിക്കണത് അതിന്റെ പിന്നാലെ, എന്താണോ നഫ്സിന്റെ ആഗ്രഹം അതിന്റെ പിന്നാലെ പോകുന്ന ആളാണ് ഏറ്റവും വിഡ്ഢിയും ദുർബലനും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അവസാനം അള്ളാന്റെ റസൂല് പറഞ്ഞു, മാത്രമല്ല വതമന്ന അലല്ലാഹിൽ അമാനി, അള്ളാന്റെ മേല് വ്യാമോഹം വെച്ച് പുലർത്തുന്ന ആള്. ഒന്നും ചെയ്യണില്ല, എന്നാലും അള്ളാഹു തആല എന്നെ വലിയ മക്കാമിലേക്ക് എത്തിച്ചു. ഞാൻ ഇപ്പൊ ഹലാക്കിന്റെ കുടുംബത്തിൽ ജനിച്ച ആളാണല്ലോ.
എന്റെ കുടുംബത്തിൽ വലിയ പാരമ്പര്യത്തിലൊക്കെ വലിയ വലിയ ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ അള്ളാഹു തആല രക്ഷപ്പെടുത്തും എന്നുള്ള തോന്നൽ അത് വലിയ പ്രശ്നമാട്ടോ. നമ്മൾ നല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ബഹുമാനപ്പെട്ട സയ്യിദന നൂഹ് നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം ആരാണ്? പ്രവാചകന്മാരെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതനായ വ്യക്തിയാണ് നൂഹ് നബി അലൈഹിസ്സലാം, അല്ലെ? അദ്ദേഹം നൂഹ് എന്ന് പേര് വരാൻ കാരണം ഞാൻ പറഞ്ഞില്ലേ, കരഞ്ഞിട്ടാണ് നൂഹ് എന്ന് പേര് വന്നത്. അദ്ദേഹത്തിന്റെ പേര് നൂഹ് എന്നല്ല, പക്ഷെ നൂഹ് അലൈഹിസ്സലാം എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മകൻ കൻആൻ. നമ്മളെ കുട്ടി ഏതെങ്കിലും ഒരു തെറ്റിലേക്ക് പോകുമ്പോ എത്രമാത്രം സങ്കടം നമുക്കുണ്ടാവും. ഒരു ഉന്നതനായ ഉല്ലസ്ബിൽപ്പെട്ട ഒരു പ്രവാചകന്റെ മകനാണ് കൻആൻ. അല്ലാഹു തആല കൻആൻ എന്തേ കട്ടിയത്? പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദന ലൂത്ത് നബി അലൈഹിസ്സലാം, ലൂത്ത് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ഖുർആൻ പറയുന്നില്ലേ? എത്രമാത്രം പുകഴ്ത്തിയിട്ട് അല്ലാഹു തആല പറയണത്. അദ്ദേഹത്തിന്റെ ഭാര്യ സലത്ത് കഴിച്ചുപോയില്ലേ, അല്ലെ? എന്നാലോ ലോകത്തിലെ ഏറ്റവും ഫിറൗനേക്കാളും മോശപ്പെട്ട ആളാണെന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞ ആളാണ് അബൂജഹൽ. അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു, അല്ലാഹു തആല ആ വ്യക്തിയെ സ്വഹാബിയാക്കി. സ്വഹാബി എന്ന് പറഞ്ഞാൽ ഒരാളിഞ്ഞ് ഖിയാമത്ത് നാള് വരെ ഒരു സെക്കൻഡ് പോലും ഒഴിവാകാതെ അമല് ചെയ്താലും ഇക്രിമ റളിയല്ലാഹുവിന്റെ ദർജയിലേക്ക് ഇനി ഒരാൾ എത്തൂല. അത്രയും വലിയ മഖാമാണ് സ്വഹാബികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത മഖാം. ആ മഖാമിലേക്ക് എത്തിയ ആര്? സയ്യിദുന ഇക്രിമ റളിയല്ലാഹു അൻഹു. അപ്പോ നമ്മളെ കുടുംബ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. വലിയ വലിയ ഔലിയാക്കളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്. ഞാൻ എങ്ങനെങ്കിലൊക്കെ രക്ഷപ്പെടും, അങ്ങനത്തെ കുറെ വ്യാമോഹങ്ങൾ വെച്ച് പുലർത്തുന്ന ആളാണ് ഏറ്റവും വലിയ വിഡ്ഢി എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? നമുക്ക് അല്ലാഹു തആല തന്ന അവസരങ്ങൾ ഉണ്ടല്ലോ, അത് പരമാവധി ഉപയോഗിക്കുക. പരമാവധി ഇഖ്ലാസോടുകൂടെ തന്നെ ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് പറയാം, റബ്ബേ ഞാൻ കുറെയൊക്കെ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ അമലുകൾ ചെയ്തിട്ടുണ്ട്, ഇനി നിന്റെ റഹ്മത്തിൽ മാത്രമാണ് എനിക്ക് എന്തുള്ളൂ, പ്രതീക്ഷയുള്ളൂ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലക്കൊക്കെ യാതൊരു കുഴപ്പമില്ല. ബഹുമാനപ്പെട്ട സയ്യിദുന മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ത്വലബുൽ ജന്നത്തി, ഒരാള് സ്വർഗം തേടുക എന്നുള്ളത്, ബില അമലിൻ, ഒരു അമലും ചെയ്യാതെ സ്വർഗം തേടുക എന്നുള്ളത് ദംബും മിനദ്ദുനൂബ്, ആ തേടലെന്നെ കുറ്റങ്ങളിൽപ്പെട്ടൊരു കുറ്റാണ്. ഒരമലും ചെയ്യാതെ എനിക്ക് സ്വർഗം വേണമെന്ന് ഒരാൾ തേടുക എന്നുള്ളത് ഒരു വലിയ കുറ്റായിട്ടാണ് ബഹുമാനപ്പെട്ട മഅറൂഫുൽ ഖർഖി തങ്ങൾ പറയുന്നത്. മഹദിയാകുന്ന റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ചില ആൾക്കാരുണ്ടല്ലോ ഒരു തൗബ ചെയ്യല്. ഇപ്പൊ നമ്മളൊക്കെ 27 രാവിനൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് തൗബ ഉണ്ടാവും. ഞങ്ങൾ അങ്ങനെ ചെയ്തു പോയി റബ്ബെ, ഇങ്ങനെ ചെയ്തു പോയി റബ്ബെ. ശരിക്കും തൗബ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് വ്യക്തിപരമായി ചെയ്യേണ്ട കാര്യമാണ്. എനിക്ക് വേണ്ടിയുള്ള തൗബ ഞാൻ സ്വന്തം ചെയ്യണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ള തൗബ നിങ്ങൾ സ്വന്തം ചെയ്യാൻ വേണ്ട. പക്ഷെ എന്നാലും നല്ലൊരു രാവല്ലേ, അല്ലാഹു തആല സ്വീകരിക്കുന്ന ഒരു രാവല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, എല്ലാവരും ഒരുമിച്ച് കൂടി തൗബ ചെയ്യണത്. പക്ഷെ ആ തൗബ ചെയ്യുമ്പോൾ ആദ്യം വേണ്ടത് എന്താണ്? തൗബന്റെ ഷർത്തുകൾ പാലിക്കണം. ഇനി ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യൂല എന്നുള്ള ഒരു ദൃഢനിശ്ചയം അവിടെ വേണം. എന്നിട്ടാ തൗബ ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാത്ത തൗബനെ കുറിച്ച് റാബിയത്തുൽ അദവിയ്യ പറഞ്ഞത് കാക്ക തൗബയാണെന്നാ. അതിന് ഇനി നമ്മള് അങ്ങനെ തൗബ ചെയ്തില്ലേ, അതിന് നമ്മൾ വേറെ തൗബ ചെയ്യണം. ആ തൗബ ചെയ്തീന് കാരണം അള്ളാനെ കളിയാക്കുകയാണത്. ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യൂല അല്ലാ എന്ന് പറയാണ്. കാരണം അള്ളാനെ കളിയാക്കല്ല, അള്ളഹാനോടാണ് ഇപ്പൊ ഈ കരാറ് പറയണത്. എന്നിട്ട് നമ്മൾ പിന്നെ അടുത്ത ദിവസം തെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അള്ളാനെ കളിയാക്കിന് നമ്മൾ ഇനി വേറെ എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. മനസ്സിലാവണ്ടോ? നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ മദദ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോ ഏതൊന്നിനോടും പൊരുത്തപ്പെട്ടു കൊടുക്കാനുള്ള ഒരു മനസ്സായിരിക്കും നമുക്ക് വരിക. ഏതൊന്നിനും അഫ്വ് ചെയ്യാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വരിക. അതല്ല ഒരു പ്രതികാര ബുദ്ധിയാണ് നമ്മളിൽ വരുന്നത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്തിട്ടില്ല, മ്ലേച്ഛമായ സാധനങ്ങളൊന്നും പോയിട്ടില്ല, അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞ് നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു. ഷഖീഖുൽ ബൽഖി എന്ന് പറഞ്ഞ വലിയ മഹാനാണ്. നമ്മൾ അയ്യുഹൽ വലദി എന്ന് പറയുന്ന കിതാബിലൊക്കെ ഷഖീഖുൽ ബൽഖിനെ കുറിച്ച് പറയുന്നുണ്ട്. വലിയ മഹാൻ എന്ന് പറഞ്ഞ ഉന്നതനായ ആരിഫാണ്. തബഖാത്ത് സൂഫിയ എന്ന് പറയുന്ന കിതാബിലൊക്കെ മഹാനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു ആദ്യ കാലഘട്ടത്തില് പിന്നെ അള്ളാഹുവിൽ ലയിച്ചിട്ട് മുടിയൊക്കെ ജടപിടിച്ച് ഒരു മജ്നൂനിന്റെ കോലത്തിലാണ് ബഹുമാനപ്പെട്ടവർ നടന്നിരുന്നത്. അങ്ങനെ അങ്ങാടി കൂടെ അങ്ങനെ നടന്നു പോണ സമയത്ത്
ഒരു തെമ്മാടിയായ ഒരു മനുഷ്യൻ എന്ത് ചെയ്തു എന്നറിയോ, മഅറൂഫുൽ ഖർഖീനെ ആക്ഷേപിക്കാൻ തുടങ്ങി. മൂപ്പരതൊക്കെ പുഞ്ചിരിയോടുകൂടെ അങ്ങനെ കേട്ടു. അവസാനം ഒരു വലിയ കല്ലെടുത്തിട്ട് മഅറൂഫുൽ ഖർഖി എറിഞ്ഞു. മഅറൂഫുൽ ഖർഖി എറിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അത് പതിച്ചു. രക്തം ഇങ്ങനെ പൊട്ടി ഒഴുകാണ്. രക്തം പൊട്ടിയിട്ട് ഇങ്ങനെ ഒഴുകാണ്. ആ സമയത്ത് ഒരാൾ ഓടി വന്നിട്ട്, എന്താടാ നീ കാണിക്കണത്, ഒരാളെ വെറുതെ അകാരണമായി കല്ലെടുത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ ചോദിച്ചു, അല്ല നിങ്ങൾ ആരാണ് ചോദിച്ചു. അപ്പം ഉമ്മർ പറഞ്ഞു, ആന ഷക്കീഖുൽ ബൽഖി, ഞാൻ ഷക്കീഖുൽ ബൽഖിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾക്ക് മനസ്സിലായി ഇത് അള്ളാഹുവിന്റെ ആരിഫായ വലിയാണ്. ഷക്കീഖുൽ ബൽഖിയാന്ന് കേട്ടപ്പോ ചുറ്റുഭാഗത്തുള്ള ആൾക്കാരൊക്കെ പാടെ കൂടി. ആൾക്കാരൊക്കെ പാടെ കൂടിയിട്ട് ഈ കല്ലെറിഞ്ഞ ആളെ ഉപദ്രവിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോ ഷക്കീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ പാടില്ല, അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ പാടില്ല. ഒരാള് ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് കല്ലെറിയുമ്പോൾ അയാൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഉപകാരം കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് അയാൾ കല്ലെറിയല്. ഷക്കീഖുൽ ബൽഖി പറഞ്ഞു, ആ കല്ലുകൊണ്ട് അയാളൊരു മാവുമ്മക്ക് എറിയുമ്പോ ആ മൂച്ചി അദ്ദേഹത്തിന് എന്ത് ചെയ്യും, ഒരു മാങ്ങ കൊടുക്കും. അതുകൊണ്ട് എന്നെ കല്ലെടുത്ത് എറിഞ്ഞ വ്യക്തിക്ക് ഇതാ 2 വെള്ളി നാണയങ്ങൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്റെ പോക്കറ്റിൽ നിന്ന് 2 വെള്ളി നാണയം എടുത്തു കൊടുത്തു. എന്നിട്ട് അവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് പറഞ്ഞു, ഒരു യഥാർത്ഥ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ ഉപദ്രവിക്കുന്ന ആളുകളെ തിരിച്ചു ഉപദ്രവിക്കുന്നവനല്ല. അള്ളാഹുവിന്റെ മദദ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്ന ആളുകളോടും തിരിച്ച് സ്നേഹമല്ലാതെ അവന്റെ ഉറവയിൽ നിന്ന് എന്ത് ചെയ്യൂല, ഒരിക്കലും വരൂല. അതാണ് സ്വാലിഹീങ്ങളാകുന്ന ആൾക്കാർ. മനസ്സിലാണ്ടോ? അവരുമായി ബന്ധപ്പെടുമ്പോഴേ നമുക്ക് എന്താവുള്ളൂ, ഈ റജാഇന്റെ യഥാർത്ഥ മാന നമ്മുടെ ഹൃദയത്തേക്ക് പതിയുള്ളൂ. ഇപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അമലുകൾ നമ്മൾ ധാരാളം ചെയ്തിട്ട് നമുക്ക് പ്രതീക്ഷ വെക്കുക. ഒരു അമലുകളും ചെയ്യാതെ വെറുതെ പ്രതീക്ഷ മാത്രം വെക്കുക എന്നുള്ളത് അത് വെറും വ്യാമോഹം മാത്രമാണ്. ബിനാത്തായില്ലാഹി സിക്കന്ദരി തങ്ങൾ പറയുന്നു, അർ റജാഉ, യഥാർത്ഥ സ്വാദിഖായ ഹഖീഖിയായ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ മാ ഖാറനഹു അമലുൻ, അതിനോട് അമൽ എന്ത് ചെയ്യും, ചേർന്നിരിക്കുന്നു. അങ്ങനത്തെ ഒന്നാണ് യഥാർത്ഥ പ്രതീക്ഷ. വ ഇല്ല, അതല്ലാത്ത പ്രതീക്ഷ, കാദിബായ പ്രതീക്ഷ, അത് ഫഹുവ ഉംനിയത്തുൻ, അത് വെറും വ്യാമോഹം മാത്രമാണ്. അതുകൊണ്ടൊരു കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അമലുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക്, അള്ളാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുഖ്ലിസീങ്ങളിലും മുത്തഖീങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉൾപ്പെടുത്തട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.